ജിതിൻ, ഒരു സംശയം. താങ്കൾ ഒരു ബാങ്കിംഗ് മേഖലയിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. സ്വാഭാവികമായും താങ്കൾക്ക് ഇത്തരമുള്ള സാമ്പത്തിക ഇടപാടുകൾ നേരിട്ട് താങ്കൾ സാമ്പത്തികമായി ഇത്തരം പണം ട്രാൻസ്ഫർ ചെയ്തതെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഏതെങ്കിലും മൊബൈൽ ആപ്പുകളുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ ഇത്തരം ഏതെങ്കിലും ഫിനാൻഷ്യൽ കമ്പനികളിൽ എന്തെങ്കിലും ഇടപാടിന് മുമ്പ് ബന്ധപ്പെട്ട അനുഭവമുണ്ടോ? അതാണോ ഇത്തരമൊരു ഫ്രോഡിന് ഇടവെച്ചത് എന്നൊരു സംശയം കൊണ്ടാണ് ചോദിക്കുന്നത്. ഇല്ല, എനിക്ക് ഗൂഗിൾ പേ, പേടിഎം അതേ കണക്കുള്ള ഒരു സംവിധാനമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ. അല്ലാതെ വേറെ ഒരു നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പം പൈസ കൊടുക്കുന്ന ആ ഒരു ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിനെക്കുറിച്ചുള്ള അറിവേ ഉള്ളൂ. പിന്നെ ഞാൻ ജയിലിൽ അത്രയും ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷമാണ് നമ്മുടെ പോലീസ് ഇത്തരത്തിലാണ് പുറത്ത് എന്നെ സഹായിക്കാനോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി സംസാരിക്കാനോ വന്ന ആളുകളെടുത്ത് ഞാനെല്ലാം സമ്മതിച്ചു, അവൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇത്ര ലക്ഷം രൂപ അവനെടുത്ത് വിനിയോഗിച്ചു എന്ന് അവൻ സമ്മതിച്ചു എന്ന് പുറത്ത് വന്ന ആളുകളോട് പറഞ്ഞതായിട്ട് ഞാൻ ഇത്രയും ദിവസം ജയിലിൽ കിടന്നിട്ട് തിരിച്ചു വന്നതിന് ശേഷമാണ് ഇങ്ങനെയാണ് വാർത്ത പുറത്ത് വന്നതെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. ശരി ജിതിൻ, നിൽക്കൂ. ഡോക്ടർ വിനോദ് ഭട്ടതിരിപ്പാട്, സൈബർ വിദഗ്ധൻ, നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ വിനോദ് ഭട്ടതിരിപ്പാട്, ഇതൊരു അസാധാരണമായ ഒരു അനുഭവമാണ്. മുമ്പ് നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള ഒരു അനുഭവമാണ് ഈ കൊല്ലം സ്വദേശി നേരിട്ടത്. താങ്കൾ അത് മനസ്സിലാക്കിയെന്ന് ഞാൻ കരുതുന്നു. അതായത് കൊല്ലം സ്വദേശി അദ്ദേഹത്തിന് 5 വർഷം മുമ്പ് ഉപേക്ഷിച്ച ഒരു ഫോൺ നമ്പർ, ആ നമ്പർ ഉപയോഗിച്ച് മറ്റാരോ തട്ടിപ്പ് നടത്തിയതിൻ്റെ പേരിൽ വലിയൊരു കേസിൽ കുടുങ്ങി ജയിലിൽ കിടക്കേണ്ടി വന്ന അവസ്ഥ എന്താണ്? താങ്കൾ ഈ സാഹചര്യം കേട്ടപ്പോൾ ഇതിൽ സംഭവിച്ചത് എന്തായിരിക്കും? താങ്കൾക്ക് അതിൻ്റെ ഒരു സൂചന കിട്ടുന്നുണ്ടോ? പറഞ്ഞ പോയിന്റ്, ഈ ജിതിൻ ഉപയോഗിച്ചിരുന്ന മൊബൈൽ നമ്പർ ആണ്, സിം കാർഡ് ആണ്, അല്ലെങ്കിൽ ആ മൊബൈലിന്റെ ഓണർഷിപ്പ് ജിതിന്റെ പേരിലാണ് എന്നുള്ളത് മനസ്സിലായി. പക്ഷേ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ നമ്പർ ഇപ്പോഴും ജിതിൻ ആണോ ഉപയോഗിക്കുന്നത്, ജിതിൻ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പറിന്റെ പാറ്റേണിലാണോ ഈ കോളിന്റെ പാറ്റേൺ, ഇതൊക്കെ അന്വേഷിക്കാനുള്ള സൈബർ ടെക്നിക്സ് അവൈലബിൾ ആണ്, സൈബർ ഫോറൻസിക് ടെക്നിക്സ് അവൈലബിൾ ആണ്. ഞാൻ ഒന്നുകൂടി വിശദമായിട്ട് പറയാം. നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങളുടെ പേരില്, ഇപ്പൊ ജിതിന്റെ പേരിലുള്ള മൊബൈൽ നമ്പർ ജിതിനാണോ ഉപയോഗിക്കുന്നത്, ഭാര്യയാണോ ഉപയോഗിക്കുന്നത്, മകളാണോ, അച്ഛനാണോ, അമ്മയാണോ ഉപയോഗിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാനുള്ള ടെക്നിക്സ് പോലും അവൈലബിൾ ആണ്. അത് അപ്പൊ പിന്നെ അയൽക്കാരനാണോ ഉപയോഗിക്കുന്നത്, മരുമകനാണോ ഉപയോഗിക്കുന്നത്, തെലങ്കാനയിലുള്ള ആളാണോ, ഡൽഹിയിലുള്ള ആളാണോ, ഒരാളാണോ ഉപയോഗിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ടെക്നിക്സ് അവൈലബിൾ ആണ്. ഇതൊക്കെ നോക്കി ആരാണ് ഈ മൊബൈൽ നമ്പർ ആരാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്, ഇന്ന കാലം തൊട്ട് ഇന്ന കാലം വരെ ജിതിൻ ഉപയോഗിച്ച മൊബൈൽ നമ്പർ, അത് കഴിഞ്ഞ് ഇന്ന കാലത്തിന് ശേഷം ഇന്ന സ്ഥലത്തു നിന്നാണ് ഇത് ഉപയോഗിക്കുന്നത്, ഇന്ന ആളുകളായിട്ടാണ് കോൺടാക്ട്സ്, ഇന്ന പാറ്റേണിലാണ് ഇതിന്റെ ഉപയോഗം, ഇതൊക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം ഇതില് ആ മൊബൈൽ നമ്പറിന്റെ റോള് ഈ ക്രൈമിൽ ഉണ്ടെങ്കിലും അതിന്റെ പഴയ ഓണർ ആയിട്ടുള്ള ജിതിന്റെ റോള് ഈ ക്രൈമിൽ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷമേ ജിതിനെ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതിനുള്ള ടെക്നിക്സ് അവൈലബിൾ ആണ്. ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല ഈ ഒരു കേസില് പോലീസ്. ഇതൊന്നും യൂസ് ചെയ്യാതെ ആ മൊബൈൽ നമ്പറിന്റെ ഓണർ ആരാണ്, അതിന്റെ കാഫ് എന്നാണ് അതിന് പറയാ, ആ വാക്ക്, കസ്റ്റമർ ആപ്ലിക്കേഷൻ ഫോമിന്റെ ഡീറ്റെയിൽസ്, ഈ ഡീറ്റെയിൽസ് കമ്പനിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ കാഫ് കിട്ടും. കാഫ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ജിതിന്റെ പേര് കണ്ടു, അല്ലെങ്കിൽ വേറൊരാളുടെ പേര് കണ്ടു, അത് ഇതിന്റെ മുമ്പത്തെ ഓണർ ജിതിനായിരുന്നു എന്നുള്ളത് കൊണ്ട് ചാടി കയറി ജിതിനെ അറസ്റ്റ് ചെയ്ത പോലെയാണ് എനിക്കിതൊക്കെ കൂടി കേട്ടിട്ട് തോന്നുന്നത്. ഞാൻ കഴിഞ്ഞ ഒരു 5-6 മിനിറ്റ് നേരത്തെ എക്സ്പ്ലനേഷൻ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. അതും വൺ സൈഡഡ് ആണ് കേട്ടിട്ടുള്ളത്. തെലങ്കാന പോലീസിന്റെ വേർഷൻ എന്താണ്, ഈ കേസിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ വായിച്ചിട്ടില്ല, വായിക്കാതെയാണ് പറയുന്നത്. കഴിഞ്ഞ ഒരു 5 മിനിറ്റ് നേരത്തെ എക്സ്പ്ലനേഷൻ കേട്ടിട്ട് ഞാൻ പറയാണ്. ഈ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ഒരു മൊബൈൽ നമ്പറിനെ മാത്രം വിശ്വസിച്ച് ആ മൊബൈൽ നമ്പറിന്റെ ഒരു ഇപ്പോഴത്തെ ഓണറിനോ പഴയ ഓണറിനോ എന്നുള്ള നിലയ്ക്ക് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ പാലിക്കേണ്ടതായിട്ടുള്ള സൈബർ ഫോറൻസിക്
നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്ന് എനിക്കൊരു തോന്നലാണ് ഇത് കേട്ടത്. യെസ്, ഡോക്ടർ വിനോദ് ഭട്ടതിരിപ്പാട്, ഒരു കാര്യം കൂടി, നമ്മളിപ്പോൾ ഇതിപ്പോൾ ഒരു പക്ഷേ ഇത് ഈ വാർത്ത കാണുന്ന പ്രേക്ഷകർക്ക് പലർക്കും ഈ അനുഭവം ഉണ്ടാവാം. അതായത് പണ്ട് ഉപയോഗിച്ചിരുന്ന നമ്പർ ആയിരിക്കില്ല ഇപ്പോൾ പലരും ഉപയോഗിക്കുന്നത്, അത് മാറിയിട്ടുണ്ടാവാം. അപ്പോൾ അത് ഓണർഷിപ്പ് ചേഞ്ച് ഒന്നും സ്വാഭാവികമായിട്ട് ആരും വരുത്തിയിട്ടും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു ഭയപ്പാടുണ്ടാവും. അതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക ഒന്ന്, തെലങ്കാന പോലീസിന് വലിയ പിഴവ് പറ്റി എന്ന കാര്യം നമുക്ക് ഊഹിക്കാം, താങ്കൾ സൂചിപ്പിച്ചതുപോലെ അത് ശരിയാണ്. പക്ഷെ ഒരു കാര്യം കൂടി, ഇതിന്റെ ഓണർഷിപ്പ് ആര് എന്നത് വിവരം നൽകേണ്ടത് ഈ മൊബൈൽ കമ്പനിയാണ്. എയർടെൽ എന്ന കമ്പനിയുടെ സിം ആയിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ എയർടെൽ കമ്പനി ഈ മൊബൈൽ നമ്പറിന്റെ ഉടമയുടെ പേര് വിവരങ്ങൾ കൈമാറിയപ്പോഴും പിഴവ് പറ്റി എന്നൊരു വസ്തുതയില്ലേ? കാരണം ഈ ഫിനാൻഷ്യൽ ഫ്രോഡ് സംഭവിച്ചിരിക്കുന്നത് പുതിയ ആളുടെ പേരിലേക്ക് സിം വന്നതിന് ശേഷമാണ്. അപ്പോൾ പഴയ ഡേറ്റാബേസ് കൈമാറി എന്നൊരു വലിയ പിഴവും കൂടി അവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? ആണ്, അതുമാണ്. ഇനി അവിടെയാണ് എനിക്കൊരു സംശയം, പുതിയ ഒരാളുടെ പേരിലായിട്ടുണ്ടോ അതോ ആ നമ്പർ ഇപ്പോഴും ജിതിന്റെ പേരിൽ തന്നെ ആണോ എന്നുള്ള കാര്യത്തില് എനിക്കിപ്പോഴും ഒരു സംശയമുണ്ട്. എന്തുകൊണ്ടാണ് കമ്പനി ജിതിന്റെ പേര് കൊടുത്തത്? കാരണം പഴയ ഒരു ഓണർ ആണെന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കേണ്ട കാര്യമില്ല. ഇനി ഒന്ന്, ഇനിയിപ്പോ പുതിയ ഓണറുടെ നമ്പറും ഇന്ന കാലം തൊട്ട് ഇന്ന കാലം വരെ ജിതിൻ യൂസ് ചെയ്തിരുന്നു, അത് കഴിഞ്ഞ് ഇന്ന കാലം തൊട്ട് ഇന്ന കാലം വരെ ഈ നമ്പർ ഇന്ന ആളാണ് യൂസ് ചെയ്യണേ എന്ന രണ്ട് വിവരം കൊടുത്തു എന്ന് തന്നെ വിചാരിക്കാം. അവിടെ പിന്നെ ജിതിന്റെ റോള് എന്താണ് എന്ന് ഉറപ്പിച്ചതിന് ശേഷമേ പോലീസ് അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. കമ്പനി കൊടുത്തതിൽ തെറ്റുണ്ടോ ഇല്ലേ എന്നുള്ളത് വേറെ കാര്യം. കമ്പനി കൊടുത്തു കഴിഞ്ഞാലും പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ, അതായത് ഈ മൊബൈൽ നമ്പറിനെ ജിതിനിലേക്ക് കണക്ട് ചെയ്യുന്നതിന് മുമ്പേ, അതായത് ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റിനെ ഒരു വ്യക്തിയിലേക്ക് കണക്ട് ചെയ്യുന്നതിന് മുമ്പേ ആ റോള് ഫിക്സ് ചെയ്യണം. കാരണം ഒരു സിം കാർഡ്, ഇപ്പൊ എന്റെ പേരിൽ എടുത്ത സിം കാർഡ് എനിക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് രാജ്യത്തെ നിയമം. എങ്കിലും ചിലപ്പോ എന്റെ ഭാര്യ യൂസ് ചെയ്യുന്നുണ്ടാവും, എന്റെ മകൻ യൂസ് ചെയ്യുന്നുണ്ടാവും, മകൾ യൂസ് ചെയ്യുന്നുണ്ടാവും, അച്ഛൻ യൂസ് ചെയ്യുന്നുണ്ടാവും, അമ്മ യൂസ് ചെയ്യുന്നുണ്ടാവും. അങ്ങനത്തെ പല ഇഷ്യൂസ് ഉണ്ടോ? ഇല്ലെങ്കിൽ സിം കാർഡ് വേറെ വല്ലവരും ആയിരിക്കും ഇന്ത്യയില് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആ വ്യക്തിയിലേക്കുള്ള റോള്, സിം കാർഡിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, ജിതിന്റെ അല്ലേ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് അല്ലെങ്കിൽ ആ സിം കാർഡിന്റെ ഇപ്പോഴത്തെ ഓണറെ അല്ലേ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ആ ഓണർ തന്നെയാണോ യൂസ് ചെയ്യുന്നത്, ആരാണ് ഇതില് ആക്ച്വൽ വർക്ക് ചെയ്തിട്ടുള്ളത്, ഈ മൊബൈൽ നമ്പർ യൂസ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ളത് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷമേ അറസ്റ്റ് പാടുള്ളൂ. അത് വരെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ, കമ്പനി ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു. ആ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തതിന് ശേഷം ഇത് ഏത് വ്യക്തിയാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ജിതിൻ എന്ന വ്യക്തിക്ക് എന്ത് റോളാണ് ഈ കേസ്, ഈ ക്രൈമിലുള്ളത് എന്ന് വ്യക്തമായതിനു ശേഷമേ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അത് വ്യക്തമാവണമെങ്കിൽ സൈബർ ഫോറൻസിക് എഞ്ചിനീയറിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യണം. അതൊന്നും യൂസ് ചെയ്യാതെ പോലീസ് ചാടിക്കേറി ജിതിനെ അറസ്റ്റ് ചെയ്ത പോലെയാണ് എനിക്ക് ഈ കഴിഞ്ഞ ഒരു 5-10 മിനിറ്റ് നേരത്തെ എക്സ്പ്ലനേഷൻ മനസ്സിലായത്.